Hello everyone, welcome to Dakshina Learnings. Dakshina Learnings in Prelims Hacker Capsule in the Mature session like എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് UPSC പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കുറേ അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഒരു തീം എന്ന് പറയുന്നത്. ആ തീമിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഏതാണ് തീം? എൻവയോൺമെന്റൽ ആക്ട്സ് ആൻഡ് ലെജിസ്ലേഷൻസ്. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തീം. നമുക്കറിയാം എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നാച്ചുറൽ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. ആ നിയമങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു തീം ഇത്രയധികം ഇമ്പോർട്ടന്റ് ആവുന്നത്? ഇതിന്റെ കറന്റ് പെർസ്പെക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ കറന്റ് റിലവൻസ് എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഒരു തീം ഇത്രയും റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് മാറുന്നത്? ഇത്രയും പ്രയോറിറ്റി നമ്മൾ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും ദിവസങ്ങളിൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സുപ്രീം കോർട്ട് പുൾസ് അപ്പ് സെന്റർ എവരി സിറ്റിസൺ ഹാസ് റൈറ്റ് ടു എൻവയോൺമെന്റ് ആൻഡ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറിൽ നമുക്ക് ന്യൂസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ toothless Supreme Court wraps center ഓവർ റൈസിങ് ഡൽഹി പൊല്യൂഷൻ. ഇപ്പൊ ഡൽഹി പൊല്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സുപ്രീം കോടതി എന്ത് ചെയ്യാറുണ്ട്? ഇവിടുത്തെ നിയമവ്യവസ്ഥയെ വളരെയധികം വിമർശിക്കാറുണ്ട്, നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിന് അനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്? ഗവൺമെന്റ്സ് ആക്ട് ചെയ്യാറുണ്ട്, പലതരത്തിലുള്ള മാറ്റങ്ങൾ നിയമങ്ങളിൽ കൊണ്ടുവരാറുമുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ, UPSC പെർസ്പെക്റ്റീവിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിന്റെ റിലവൻസ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2003 ചോദിച്ചിട്ടുണ്ട്, 2022 ചോദിച്ചിട്ടുണ്ട്, അത് 2022 വീണ്ടും ചോദിച്ചിട്ടുണ്ട്. 2023 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻ ഇന്ത്യ, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് ആർ കീ ടു ദ റിയലൈസേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ നഗോയ പ്രോട്ടോകോൾ. ദ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് ഹാസ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഇൻ ഡിറ്റർമിനിങ് ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ്, ഇൻക്ലൂഡിംഗ് ദ പവർ ടു ലെവി കളക്ഷൻ ഫീസ് ഓൺ ദ ആക്സസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ് വിത്തിൻ ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. സ്പെസിഫിക് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി 2022 ചോദിച്ചിട്ടുണ്ട്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ലോസ് അബൌട്ട് വൈൽഡ് ലൈഫ് protection, consider the following. Wild animals are the sole property of the government. When a wild animal is declared protected, such animal is entitled for equal protection whether it is found in protected areas or outside. Apprehension of a protected wild animal becoming a danger to human life is sufficient ground for its capture or killing. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് എൻവയോൺമെന്റൽ ലോസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ആക്ട് ആൻഡ് പോളിസീസ് ഇൻ ഇന്ത്യ. നമുക്ക് ടൈംലി നോക്കുകയാണെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ ടൈംലി നോക്കുകയാണെങ്കിൽ 1972 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഉണ്ട്. അത് UN കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെന്റ് സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് നടന്നത്. അതിനുശേഷം ഇന്ത്യയിൽ എന്ത് കൊണ്ടുവരുന്നുണ്ട്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. 1980 ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഇന്ത്യയിൽ. അതുപോലെ തന്നെ 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വാസ് പ്രൊമൾഗേറ്റഡ്. അതുപോലെ തന്നെ 1981 എയർ ആക്ട് കൊണ്ടുവരുന്നു. 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടും കൊണ്ടുവരുന്നു. ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അംബ്രല്ല ആക്ട് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ആക്ടാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് നോക്കാം. 1972 കൊണ്ടുവന്നതാണ്. എയിം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്, പ്രിവെൻഷൻ ഓഫ് പോച്ചിങ് ആൻഡ് ഇല്ലീഗൽ ട്രേഡ്. കീ പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഏതൊക്കെയാണ്? നമുക്കറിയാം. നാഷണൽ പാർക്സ് ഉണ്ടാവും, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ടാവും, കൺസർവേഷൻ റിസർവ്സ്, കമ്മ്യൂണിറ്റി റിസർവ്സ്, ടൈഗർ റിസർവ്സ്. ഇതൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? റെഗുലേഷൻ ഓഫ് ഹണ്ടിങ്, ട്രേഡ് ആൻഡ് സൂ മാനേജ്മെന്റ്. ഹ്യൂമൻ ആക്ടിവിറ്റി ഇൻ നാഷണൽ പാർക്ക് എന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ആരെ നിയമിച്ചു? ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ നിയമിച്ചു 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം. അതുപോലെ തന്നെ ഹണ്ടിങ് അലൗഡ് ഓൺലി അണ്ടർ എക്സെപ്ഷണൽ കണ്ടീഷൻ. എക്സാമ്പിൾ എന്താണ്? ഡിസീസ്ഡ് ആനിമൽസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആനിമൽസ്, അവരെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഹണ്ട് ഡൗൺ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമം എന്തുവഴി കൊണ്ടുവന്നു? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം കൊണ്ടുവന്നു. ഇനി ഇതിന്റെ ഷെഡ്യൂൾസ് നോക്കുകയാണെങ്കിൽ 1972 കൊണ്ടുവന്നപ്പോഴത്തേക്കും 6 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. 2022 ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2022 അമെന്റ്മെന്റിന് ശേഷം 4 ഷെഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് ഷെഡ്യൂളിൽ ഹൈ പ്രൊട്ടക്ഷൻ ആനിമൽസ് ആണ്, ടൈഗർ, എലഫന്റ്, ലെപ്പാർഡ് എക്സെട്ര. അതുപോലെ തന്നെ സെക്കൻഡ് ഷെഡ്യൂളിൽ ലെസർ പ്രൊട്ടക്റ്റഡ് ആനിമൽസ് ആണ്, നീൽ ഗായ്, ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് എക്സെട്ര അങ്ങനെ വരും. അതുപോലെ തന്നെ
തേർഡ് ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റഡ് പ്ലാന്റ്സ് ആണ്. നീലക്കുറിഞ്ഞി, പിക്ചർ പ്ലാന്റ് അങ്ങനെയുള്ള പ്ലാന്റ്സുകളെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷെഡ്യൂൾ 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ 4 നോക്കുകയാണെങ്കിൽ സൈറ്റ്സ് ഉണ്ട്. സൈറ്റ്സിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന സ്പീഷീസിനെയാണ് ഷെഡ്യൂൾ 4 കാണിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ട്രേഡിൽ നിന്നും അതായത് ഇല്ലീഗൽ ട്രേഡ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്പീഷീസ് ഏതൊക്കെയാണ് ആസ് പെർ സൈറ്റ്സ് അപ്പൻഡീസസ്. ഇനി പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2022 അമെന്റ്മെന്റ് പ്രകാരം ഷെഡ്യൂൾസ് റാഷണലൈസ് ചെയ്തു. 6-ൽ നിന്ന് 4 ആക്കി കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിനെ എന്ത് ചെയ്തു? സെൻട്രൽ ഗവൺമെന്റ് എംപവർ ചെയ്തു. അതായത് സെൻട്രൽ ഗവൺമെന്റിന് ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പവർ ആർക്ക് കൊടുത്തു? സെൻട്രൽ ഗവൺമെന്റിന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ ഓഫ് സൈറ്റ്സ് പ്രൊവിഷൻസ്, സൈറ്റ്സിന്റെ പ്രൊവിഷൻസിൽ നിന്ന് കുറെ പ്രൊവിഷൻസിൽ നിന്ന് എന്ത് ചെയ്തു? ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആക്ടുകളൊക്കെ എന്ത് ചെയ്തു? നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇനി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചിട്ട് സ്ഥാപിച്ചിരിക്കുന്ന അതോറിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ ഒരു ക്വസ്റ്റൻ നമ്മൾ കണ്ടിരുന്നു, പ്രീവിയസ് ഒരു ക്വസ്റ്റൻ 2022 ചോദിച്ചത്. ഓക്കെ, ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വന്നിരിക്കുന്ന കുറച്ച് ഓർഗനൈസേഷൻസ് ആണ് ഏതൊക്കെ? നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, അതായത് NBWL എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർമാൻ. അപ്രൂവ്സ് ചേഞ്ചസ് ടു പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആൻഡ് ടൈഗർ റിസർവ്സ്. അതുപോലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും ഇതിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത്. റെഗുലേറ്റ്സ് വൈൽഡ് ലൈഫ് ആക്ഷൻസ് ഇൻ സ്റ്റേറ്റ്. അതുപോലെ തന്നെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഡിക്ലെയർസ് ആൻഡ് മാനേജ് ടൈഗർ റിസർവ്സ്. ഇവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ടൈഗർ സെൻസസും കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ മോണിറ്റേഴ്സ് ആൻഡ് എൻഫോഴ്സസ് ആന്റി വൈൽഡ് ലൈഫ് ക്രൈം മെഷേഴ്സ്. അതുപോലെ തന്നെ സെൻട്രൽ സൂ അതോറിറ്റി റെഗുലേറ്റ്സ് സൂസ്. ഇത്രയും കാര്യങ്ങൾ എന്താണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിലാണ് വരുന്നത് ഇത്രയും ഓർഗനൈസേഷൻസ്. ഇനി പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്ക് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നാഷണൽ പാർക്ക് ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, കൺസർവേഷൻ റിസർവ് ഉണ്ട്, കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ട്, ടൈഗർ റിസർവ് ഉണ്ട്. ഇതിൽ നാഷണൽ പാർക്ക് നോക്കുവാണെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റി അലോ ചെയ്യത്തില്ല. നോ ഹ്യൂമൻ ആക്ടിവിറ്റി ആണ്. സ്റ്റേറ്റിനും അതുപോലെ തന്നെ സെൻട്രലിനും എന്ത് ചെയ്യാം? ഒരു ഏരിയയെ നാഷണൽ പാർക്കായിട്ട് നോട്ടിഫൈ ചെയ്യാം. അതുപോലെ തന്നെ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ഉണ്ട്. അവരാണ് എന്ത്? അപ്രൂവൽ നീഡഡ് ഫോർ ബൗണ്ടറി ചേഞ്ച്. എന്തെങ്കിലും ബൗണ്ടറി ചേഞ്ച് നാഷണൽ പാർക്സ് ഒക്കെ വേണമെങ്കിൽ അത് അപ്രൂവ് ചെയ്യുന്ന ആരാണ്? നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ആണ്. ഇനി വൈൽഡ് ലൈഫ് സാങ്ച്വറി നോക്കുവാണെങ്കിൽ എന്താണ്? ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റി ആണ്. അതുപോലെ തന്നെ ലോക്കൽ റൈറ്റ്സ് അലോ ചെയ്യും. അവിടുത്തെ ട്രൈബൽസിനുള്ള അവരുടെ ലോക്കൽ ആയിട്ടുള്ള അവരുടെ ജീവിതമാർഗവുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യും? ഗവൺമെന്റ് അലോ ചെയ്യും. അതുപോലെ തന്നെ ക്യാൻ ബി അപ്ഗ്രേഡഡ് ടു നാഷണൽ പാർക്ക്. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നാഷണൽ പാർക്ക് ആക്കിയും മാറ്റാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ കൺസർവേഷൻ റിസോഴ്സ് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഓൺഡ് ലാൻഡ് ആണ് അഡ്ജസന്റ് ടു നാഷണൽ പാർക്ക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. മാനേജ്ഡ് ബൈ ലോക്കൽ കമ്മിറ്റീസ് ആയിരിക്കും ഇതിന് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി റിസോഴ്സ് ഉണ്ട്. പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ലാൻഡ് ആയിരിക്കും മാനേജ്ഡ് ബൈ റിസർവ് കമ്മിറ്റീസ്. ഈ ഒരു കമ്മ്യൂണിറ്റി റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതിനോട് ഒരു റിസർവ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരിക്കും. അവരായിരിക്കും ആ ഒരു ലാൻഡിനെ എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. ടൈഗർ റിസോഴ്സ് നോക്കുകയാണെങ്കിൽ ഡിക്ലെയർഡ് ഓൺ NTC റെക്കമെൻഡേഷൻ ആണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ത് ചെയ്യും? ഒരു ഏരിയ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് അവരെന്ത് ചെയ്യും? അതിനെ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണ് ടൈഗർ റിസോഴ്സ് പ്രഖ്യാപിക്കുന്നത്. എന്താണ്? കോർ ഏരിയാസ് ആണ്. ഇത് ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ്സ് ആയിരിക്കും. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടൈഗർ ഹാബിറ്റാറ്റ്സിനായിരിക്കും നോർമലി എന്ത് ചെയ്യുന്നത്? നമ്മൾ ടൈഗർ റിസോഴ്സ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ആക്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഓവർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ഫോറസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പെനാൽറ്റീസ് ഫോർ വയലേഷൻസ്. ഇനി ഫോറസ്റ്റ് ടൈപ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ റെസ്ട്രിക്ഷൻസും ഈ ഒരു ഫോറസ്റ്റ് ആക്ട് പ്രകാരം പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? റിസർവ്ഡ് ഫോറസ്റ്റ് പറയുന്നുണ്ട്. ഹൈ റെസ്ട്രിക്ഷൻ ആണ്. മോസ്റ്റ് ആക്ടിവിറ്റീസ് ബാൻഡ്. ഗ്രേസിംഗ്, ടിമ്പർ, ഹണ്ടിങ് ഇതൊക്കെ എന്താണ്? മരം വെട്ടാൻ സാധിക്കത്തില്ല. നമുക്ക് ഗ്രേസിംഗ് നടത്താൻ സാധിക്കത്തില്ല. അതുപോലെ ഹണ്ടിങ് നടത്താൻ സാധിക്കത്തില്ല. ഈ ഒരു പ്രവർത്തികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ആക്ട് പ്രകാരം റിസർവ്ഡ് ഫോറസ്റ്റിൽ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് റെസ്ട്രിക്ഷൻസ് ആയിരിക്കും. സം കസ്റ്റമറി റൈറ്റ്സ് അലൗഡ്. ഇപ്പൊ എന്തെങ്കിലും കസ്റ്റമറി ആയിട്ടുള്ള പഴയ അമ്പലങ്ങളൊക്കെ ചിലപ്പോൾ ചില ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റംസ് ഒക്കെ നടത്തുന്നത് ഇപ്പം ശബരിമലയൊക്കെ എടുക്കുകയാണെങ്കിൽ റിസർവ്ഡ് ഫോറസ്റ്റിനകത്താണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ഇപ്പം എന്തെങ്കിലും കസ്റ്റമറി എന്താ പറയുന്ന ഒക്കേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഈ ഒരു കസ്റ്റമറി ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് മാത്രം, ഇങ്ങനെ ആ ഫെസ്റ്റിവൽസ് നടത്താൻ വേണ്ടിയിട്ട് മാത്രം ഗവൺമെന്റ് എന്ത് ചെയ്യും? അവർക്ക് അധികാരം കൊടുക്കും, റൈറ്റ്സ് കൊടുക്കും. ഇനി വില്ലേജ് ഫോറസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ലോക്കൽ യൂസിന് വേണ്ടിയിട്ടാണ്. ഫ്യൂവൽ, വുഡ്, ഗ്രേസിംഗ് അതൊക്കെ അവിടെ സാധിക്കും. അതുപോലെ തന്നെ മാനേജ്ഡ് ബൈ കമ്മ്യൂണിറ്റീസ് ആയിരിക്കും. നാഷണൽ ഫോറസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക് യൂട്ടിലിറ്റി ആണ്. ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ, ഇൻഡസ്ട്രി ഇതിനൊക്കെ വേണ്ടിയിട്ട് ചില ഏരിയാസ് ഗവൺമെന്റ് എന്ത് ചെയ്യും? നാഷണൽ ഫോറസ്റ്റ് ഏരിയാസ് ആയിട്ട് പ്രഖ്യാപിക്കും. ഇനി ട്രീ ലാൻഡ്സ് ഉണ്ട്. ട്രീ ലാൻഡ്സ് എന്താണ്? ട്രീസ് ഔട്ട്സൈഡ് ഫോറസ്റ്റ് ഏരിയ, അവന്യൂ പ്ലാന്റേഷൻസ്, പ്രൈവറ്റ് ട്രീസ് അതിനെയൊക്കെ എന്താണ്? ട്രീ ലാൻഡ്സ് ആയിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അക്കോർഡിംഗ് ടു ഫോറസ്റ്റ് ആക്ട് 1927. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റൈറ്റ് ആണ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 റെക്കഗ്നൈസസ് റൈറ്റ്സ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്. ഇത് കീ റൈറ്റ് അണ്ടർ എന്താണ്? ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് റൈറ്റ്സ് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ടൈറ്റിൽ റൈറ്റ്സ് നമുക്ക് പറയാൻ സാധിക്കും. ലാൻഡ് ഓണർഷിപ്പ് അപ് ടു 4 ഹെക്ടേഴ്സ് പെർ ഫാമിലി. അതുപോലെ യൂസ് റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, വാട്ടർ ബോഡീസ് ആൻഡ് ട്രഡീഷണൽ പ്രാക്ടീസസ്. ഡെവലപ്മെന്റ് റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ആക്സസ് ടു ബേസിക് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. മാനേജ്മെന്റ് റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ കൺസർവേഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് റീജനറേഷൻ ഓഫ് ഫോറസ്റ്റുകൾ. ഇനി സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഹാബിറ്റാറ്റ് റൈറ്റ്സ് ഫോർ പർട്ടിക്കുലർലി
വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്, നമ്മൾ PVTGs ഒക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിന് കൂടുതലായിട്ടുള്ള റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി ക്രിട്ടിക്കൽ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ടൈഗർ റിസർവ്സ് ഒക്കെ എന്താണ് ക്രിട്ടിക്കൽ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്സ് ആണ്. ഏരിയാസ് നീഡിങ് ടോട്ടൽ ഹ്യൂമൻ എക്സ്ക്ലൂഷൻ ഫോർ കൺസർവേഷൻ. ഗവേണൻസ് ത്രൂ മൾട്ടി-ടയർ കമ്മിറ്റീസ് ഫ്രം ഗ്രാമസഭ ടു സ്റ്റേറ്റ് ലെവൽ. ഗ്രാമസഭ മുതൽ സ്റ്റേറ്റ് ലെവൽ വരെ എന്ത് ചെയ്യും, പലതരത്തിലുള്ള കമ്മിറ്റീസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ ഒരു ഹയറാർക്കിയും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നോക്കുകയാണെങ്കിൽ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ഇന്ത്യയിലുണ്ട്. അപ്രൂവ്സ് ബൗണ്ടറി ചേഞ്ചസ് ഇൻ നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഹാബിറ്റാറ്റ് ഡൈവേർഷൻ, ഇതൊക്കെയാണ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ആണ് ചെയ്യുന്നത്. ഇനി NTCA ഉണ്ട്, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. നമ്മൾ നേരത്തെ പറയുന്നു ടൈഗർ റിസർവ്സിന് ബൗണ്ടറീസ് പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ കൺസർവേഷൻ എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് സെൻട്രൽ റെഗുലേറ്ററി ബോഡിയാണ് ഫോർ എൻവയോൺമെന്റൽ ആൻഡ് ഫോറസ്റ്റ് ഗവേണൻസ്. ഇനി ഗ്രാമസഭാസ് ഉണ്ട്, ഫൗണ്ടേഷൻ ഫോർ FRA ഇംപ്ലിമെന്റേഷൻ ആൻഡ് CWH ഡിസിഷൻസ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് കമ്മിറ്റീസ് ഉണ്ട്, ഇംപ്ലിമെന്റ് FRAs, അതായത് ഫോറസ്റ്റ് റൈറ്റ് ആക്ട്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഡിറ്റർമൈൻ എലിജിബിലിറ്റി, അപ്രൂവ് റൈറ്റ്സ്. ഇനി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ഉണ്ട്. പർപ്പസ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ട് ഡൈവേഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഫോർ നോൺ ഫോറസ്റ്റ് യൂസസ് ആൻഡ് എൻഷുർ കൺസർവേഷൻ. ഫോറസ്റ്റ് ലാൻഡിനെ നോൺ ഫോറസ്റ്റ് യൂസസിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, തടയണം. അതുപോലെ തന്നെ ഫോറസ്റ്റിനെ കൺസർവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 നിലവിൽ വരുന്നത്. ഈ പ്രൊവിഷൻസ് നോക്കുവാണെങ്കിൽ സെൻട്രൽ അപ്രൂവൽ നോക്കുവാണെങ്കിൽ മാൻഡേറ്ററി ഫോർ ഡൈവേഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസസ്. ഇപ്പൊ നോൺ ഫോറസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പർപ്പസ് ഉണ്ടെങ്കിൽ ആ ലാൻഡ് ഡൈവേഴ്സ് ചെയ്യണമെങ്കിൽ ആരുടെ അനുമതി വേണം, സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതി വേണം. ഇനി ഡി റിസർവേഷൻ പ്രോഹിബിറ്റഡ് വിത്തൗട്ട് സെന്റേഴ്സ് അപ്രൂവൽ. അതുപോലെ തന്നെ പ്രൈവറ്റ് ലീസിംഗ് നോക്കുവാണെങ്കിൽ ഫോറസ്റ്റ് ലാൻഡ് ലീസിംഗ് ടു പ്രൈവറ്റ് എൻറ്റിറ്റീസ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത് ഈ ആക്ടിനെ ബേസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ക്ലിയർ ഫെല്ലിംഗ് പ്രിവെന്റ്സ് ഇൻഡിസ്ക്രിമിനേറ്റ് ഫെല്ലിംഗ് ഓഫ് നാച്ചുറൽ ഫോറസ്റ്റ്. ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഒരിക്കലും മരങ്ങൾ വെട്ടി ഒഴിവാക്കാൻ സാധിക്കില്ല. അതും എന്താണ് ഈ ഒരു ആക്ട് പ്രകാരമാണ് പ്രോഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഉണ്ട് തമിഴ്നാട്ടിൽ, എന്താണ് ഗോദവർമ്മൻ കേസ് 1996 ബന്ധപ്പെട്ട് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഫോറസ്റ്റ് കൺസർവേഷനുമായിട്ടും ബന്ധപ്പെട്ടതാണ്. സുപ്രീം കോർട്ട് എക്സ്പ്ലെയിൻഡ് അപ്ലൈസ് ടു എന്താണ് ആ ഒരു സുപ്രീം കോർട്ടിന്റെ ആ ഒരു ജഡ്ജ്മെന്റ് അപ്ലൈസ് ടു ലാൻഡ്സ് റെക്കോർഡഡ് ആസ് ഫോറസ്റ്റ് ഇൻ എനി ഗവൺമെന്റ് റെക്കോർഡ് റിഗാർഡ്ലെസ് ഓഫ് ഓണർഷിപ്പ് ഓർ ക്ലാസിഫിക്കേഷൻ, ബ്രോഡ് പ്രൈവറ്റ് ഫോറസ്റ്റ് ആൻഡ് അൺക്ലാസിഫൈഡ് ഫോറസ്റ്റ് എന്ന് അണ്ടർ എന്താണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ അണ്ടറിലേക്ക് പ്രൈവറ്റ് ഫോറസ്റ്റുകളെയും അതുപോലെ തന്നെ അൺക്ലാസിഫൈഡ് ഫോറസ്റ്റുകളെയും കൊണ്ടുവന്നു. ന്യൂലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫോറസ്റ്റ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ എക്കോ ടൂറിസം, സൂ, സഫാരീസ് ഇതൊക്കെ എന്ത് ചെയ്തു, ഇതിലേക്ക് ന്യൂലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഫ്രണ്ട് ലൈൻ സ്റ്റാഫ്, അതുപോലെ തന്നെ സർവീസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ നോട്ട് ട്രീറ്റഡ് ആസ് നോൺ ഫോറസ്ട്രി. ഇനി 2023 ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൽ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കബിലിറ്റി റെസ്ട്രിക്ട് ചെയ്തു. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്താണ്, നൗ അപ്ലൈസ് ഓൺലി ടു ഫോറസ്റ്റ് റെക്കോർഡഡ് അണ്ടർ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 സബ്ജക്ട് ടു സുപ്രീം കോർട്ട് റിവ്യൂ ആണ്. അതുപോലെ തന്നെ പെർമിസിബിൾ ഡൈവേർഷൻ ആണ് ഫോർ സ്ട്രാറ്റജിക് ഓർ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇപ്പം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ബൗണ്ടറിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം ഫോറസ്റ്റ് ഏരിയാസിൽ. അതുപോലെ തന്നെ പബ്ലിക് യൂട്ടിലിറ്റീസ് ഇൻ LWE ഏരിയാസ്. ഇതൊക്കെ എന്താണ് ഇനി ഈ ഒരു ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പെർമിസിബിൾ ഡൈവേർഷൻ ഉണ്ടാവുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ആക്ട് ആണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002, കൺസർവേഷൻ, സസ്റ്റൈനബിൾ യൂസ് ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് ഫ്രം ബയോഡൈവേഴ്സിറ്റി ആൻഡ് ജനറ്റിക് റിസോഴ്സസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ടയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി, സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്സ്, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ് റെഗുലേറ്റ്സ് ആക്സസ് ടു ബയോ റിസോഴ്സസ് ബൈ ഫോറിനേഴ്സ് വന്ന് ബയോ റിസോഴ്സസ് ആക്സസ് ചെയ്യുന്നതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് റിലേറ്റഡ് അപ്രൂവൽസ്, അഡ്വൈസസ് ടു ഗവൺമെന്റ്, ഇതൊക്കെ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ ഡ്യൂട്ടിയാണ്. ഈ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്സ് നോക്കുകയാണെങ്കിൽ റെഗുലേറ്റ്സ് കൊമേഴ്സ്യൽ യൂസ് ബൈ ഇന്ത്യൻസ്, കൺസർവേഷൻ വിത്തിൻ ദ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, കൺസർവേഷൻ നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് നോക്കുകയാണെങ്കിൽ ലോക്കൽ ലെവലാണ്, പ്രിപ്പയർസ് പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റേഴ്സ്. ഇതൊക്കെയാണ് ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസിന്റെ റോൾ എന്ന് പറയുന്നത്. ഇനി ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ്, എല്ലാവർക്കും എന്ത് ചെയ്യണം, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആക്സസ് ഉണ്ടാവണം. അപ്പം ഈ റെഗുലേറ്റഡ് ആയിട്ടുള്ള ആക്സസ് കൊണ്ടുവരിക, അതുപോലെ തന്നെ എന്താണ് ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യുക. ഇപ്പം നമ്മൾ എൻറ്റിറ്റീസും അവരുടെ റിക്വയർമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഫോറിനേഴ്സിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് മസ്റ്റ് സീക്ക് പ്രയർ NBA അപ്രൂവൽ ഫോർ ആക്സസിംഗ് റിസോഴ്സസ്. ഇനി ഇന്ത്യൻസിനെ നോക്കുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യണം, മസ്റ്റ് സീക്ക് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി അപ്രൂവൽ ടു ട്രാൻസ്ഫർ റിസൾട്ട്സ് ഓർ മെറ്റീരിയൽസ് ഫോർ ഫോറിനേഴ്സ്. ഇനി IPR ഫയലിംഗ് നോക്കുകയാണെങ്കിൽ NBA
അപ്രൂവൽ നീഡഡ് ബിഫോർ ഗ്രാൻഡ്, നോട്ട് ബിഫോർ ആപ്ലിക്കേഷൻ. അതായത് ഗ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് എന്ത് കൊടുക്കേണ്ടത്? IPR ഫയൽ ചെയ്യേണ്ടത്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഫയൽ ചെയ്യേണ്ടത്. ഇനി പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പ്രിലിംസിന്റെ പെർസ്പെക്ടീവ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോക്യുമെന്റ്സ് എന്താണ്? ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ട്രഡീഷണൽ നോളജ്, അതുപോലെ തന്നെ പ്രിപ്പയർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ ലീഗൽ ബേസിസ് ഫോർ ലോക്കൽ റൈറ്റ്സ്. ലോക്കൽ റൈറ്റ്സ് ഉണ്ട്, പലതരത്തിലുള്ള ലോക്കൽ ഫോറസ്റ്റ് റൈറ്റുകളുണ്ട്. അതിനൊരു ലീഗൽ ബാക്കിംഗ് കൊടുക്കുന്നതാണ് എന്ത്? പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. ഇനി 2023 അമെന്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീക്രിമിനലൈസേഷൻ ചെയ്തിട്ടുണ്ട്, IPR അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണീക് ആയിട്ടുള്ള എക്കോളജിക്കലി ഫ്രജൈൽ ഏരിയാസ് ക്യാൻ ബി നോട്ടിഫൈഡ് ബൈ സ്റ്റേറ്റ്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ലോക്കൽ ബോഡീസ്. ഇനി ഡീക്രിമിനലൈസേഷൻ നോക്കുകയാണെങ്കിൽ പെനാൽറ്റീസ് എന്നാണ് 1 lakh മുതൽ 50 lakh വരെ എൻഫോഴ്സ്ഡ് ബൈ സ്റ്റേറ്റ് അപ്പോയിന്റഡ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ. എന്താണ്? ഇനി IPR അപ്രൂവൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, റിക്വയർഡ് ബിഫോർ ഗ്രാൻഡ്, നോട്ട് അറ്റ് ആപ്ലിക്കേഷൻ സ്റ്റേജ് ആണ്. ഇനി എക്സംഷൻ ഉണ്ട്, ഈ NBA അപ്രൂവലിൽ കുറച്ച് എക്സംഷൻസ് വരുന്നത് ആർക്കൊക്കെയാണ്? ഒന്ന് വൈറ്റ്സിന്, പിന്നെ ഹക്കിംസ്, ട്രഡീഷണൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് ആണ്. അതായത് നമ്മൾ ലോക്കൽ ഏരിയാസിൽ വില്ലേജിലൊക്കെ പോകുമ്പോൾ കുറെ വൈദ്യന്മാർ ഉണ്ടാവത്തില്ലേ, ആ വൈദ്യന്മാരെയാണ് പറയുന്നത്. അവരൊക്കെ എന്താണ്? ഈ ഫോറസ്റ്റിൽ നിന്നുള്ള പല പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പല മെഡിസിനൽ വാല്യൂള്ള പ്ലാന്റ്സ് എടുത്തിട്ടാണ് മെഡിസിൻസ് ആക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എക്സംഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇനി ലോക്കൽ കമ്മ്യൂണിറ്റീസ് യൂസിങ് റിസോഴ്സ് ഫോർ ലോക്കൽ യൂസ്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പറമ്പിക്കുളമൊക്കെ പോവുകയാണെങ്കിൽ അവിടെ മലമത്സരം എന്ന് പറഞ്ഞൊരു ട്രൈബ് ഉണ്ട്. ആ ട്രൈബാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഏരിയയിൽ ഫുള്ള് ഈ ഒരു ട്രഡീഷണൽ മെഡിസിൻസ് ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം അവർക്ക് എന്ത് വേണം? ഈ ഒരു ഫോറസ്റ്റിലേക്ക് ആക്സസ് വേണം, ഈ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ പ്ലക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ ആക്ട് ആണ് ഇത്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു അംബ്രല ആക്ട് ആണ്. ഈ ഒരു ആക്ടിന്റെ കീഴിൽ പലതരത്തിലുള്ള ആക്ടുകളെയും പലതരത്തിലുള്ള എൻവയോൺമെന്റും അതുപോലെ തന്നെ പലതരത്തിലുള്ള എക്കോസിസ്റ്റംസും സ്പീഷീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ബ്രോട്ട് ഇൻ ആഫ്റ്റർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. നമുക്കറിയാം 1984 ഭോപ്പാൽ ഗ്യാസ് ലീക്കും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രാജഡിയൊക്കെ നമുക്കറിയാം. അതിനുശേഷമാണ് എന്ത് കൊണ്ടുവന്നത്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് 1986 കൊണ്ടുവരുന്നത്, ബേസ്ഡ് ഓൺ UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1972 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ബേസ്ഡ് ഓൺ എന്താണ്? ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെന്റ്. അതിന്റെ ബേസിസിലാണ് ഈ ഒരു 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു അംബ്രല ലെജിസ്ലേഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ. അതായത് എന്താണ്? ആരാണോ പൊല്യൂട്ട് ചെയ്യുന്നത് അയാൾ എന്ത് ചെയ്യണം? പേ ചെയ്യണം. ആ ഒരു കൺസെപ്റ്റ് എന്തിന്റെ ബേസിസിലാണ് കൊണ്ടുവന്നത്? ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അക്കൗണ്ടബിലിറ്റി ഫോർ എൻവയോൺമെന്റൽ ഡാമേജ്. ആരാണോ എൻവയോൺമെന്റൽ ഡാമേജ് ഉണ്ടാക്കുന്നത് അയാളെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് കുറ്റപ്പെടുത്തുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ശിക്ഷിക്കുന്നത്. ഇനി വൈഡ് ഡെഫിനിഷൻസ് നോക്കുകയാണെങ്കിൽ കവേഴ്സ് എൻവയോൺമെന്റ്, പൊല്യൂട്ടൻസ്, ഹസാർഡസ് സബ്സ്റ്റൻസസ് കോംപ്രഹെൻസീവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെല്ലാം ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് കവർ ചെയ്യുന്നുണ്ട്. സ്ട്രിക്ട് ലയബിലിറ്റി നോക്കുകയാണെങ്കിൽ ഒഫൻഡേഴ്സ് ക്യാൻ ഫേസ് അപ് ടു 7 years ഇംപ്രിസൺമെന്റ്. ലോക്കസ് സ്റ്റാൻഡി റിലാക്സ്, എനി പേഴ്സൺ ക്യാൻ അപ്രോച്ച് കോർട്സ് ഫോർ വയലേഷൻ. അതായത് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ആരെങ്കിലും ഒരാൾ ഇപ്പോൾ എൻവയോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്യുവാണെങ്കിൽ കോടതിയെ സമീപിക്കാൻ സാധിക്കും, അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? ഓഫീസർ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഗവൺമെന്റ് ഓഫീസേഴ്സ് എക്സെപ്റ്റ് ഫോർ ആക്ട്സ് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് അണ്ടർ ദ ആക്ട്. അതായത് എന്തെങ്കിലും ഗുഡ് ഫെയ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ആരാണ്? ഗവൺമെന്റ് അതോറിറ്റീസ് ആണ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ല, ഗവൺമെന്റ് അതോറിറ്റീസ്. ഇനി സുപ്രീമസി നോക്കുകയാണെങ്കിൽ ഓവർറൈഡ്സ് കോൺഫ്ലിക്റ്റിംഗ് പ്രൊവിഷൻസ് ഇൻ അതർ എൻവയോൺമെന്റൽ ലോസ്. ഇപ്പം മറ്റ് എൻവയോൺമെന്റൽ ലോസുമായിട്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന് ഒരു കോൺഫ്ലിക്റ്റ് വരുവാണ്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിലെ വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? കോടതി തീരുമാനങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ കോടതി ജഡ്ജ്മെന്റ്സ് പ്രഖ്യാപിക്കുന്നത്. ഇനി മേജർ റൂൾസ് എന്താണെന്ന് നോക്കാം. EPയുടെ കീഴിൽ വരുന്ന റൂൾ അല്ലെങ്കിൽ റെഗുലേഷൻ. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് 2006 കൊണ്ടുവന്നിട്ടുണ്ട്. മാൻഡേറ്ററി ഫോർ മേജർ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഇൻക്ലൂഡ്സ് പബ്ലിക് ഹിയറിംഗ്. അതുപോലെ തന്നെ കോസ്റ്റൽ റെഗുലേഷൻ സോൺസ് CRZ 2018 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് റെഗുലേറ്റ്സ് ആക്ടിവിറ്റീസ് അലോങ് ഇന്ത്യാസ് കോസ്റ്റ് ലൈൻ. ഇനി എക്കോ സെൻസിറ്റീവ് സോൺസ് ഉണ്ട്. 1988 മുതൽ നമ്മളത് നടപ്പാക്കി വരുന്നുണ്ട്. റെഗുലേറ്റ് ഡെവലപ്മെന്റ് നിയർ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. അതുപോലെ തന്നെ GM ക്രോപ്പ് റൂൾസ് ഉണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിന്റെ റൂൾസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൺട്രോൾസ് റിസർച്ച്, റിലീസ് ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ഈ ഒരു GM ക്രോപ്പ് റൂൾസ് എന്തിന്റെ ബേസിസിലാണ് വന്നിരിക്കുന്നത്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ബേസിസിലാണ് വന്നിരിക്കുന്നത്. അടുത്ത എന്താണ്? വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഉണ്ട്. ഹസാർഡസ് വേസ്റ്റിന്റെ മാനേജ്മെന്റ് 2016 നടപ്പാക്കി. പ്ലാസ്റ്റിക് വേസ്റ്റിന് 2016 നടപ്പാക്കി. അതുപോലെ തന്നെ ഈ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ്, സോളിഡ് വേസ്റ്റ്, ഇതൊക്കെ നമ്മൾ എന്താണ് 2016 നമ്മൾ എന്തിന്റെ പർവ്യൂവിൽ കൊണ്ടുവന്നു? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പർവ്യൂവിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വേറെ പല നിയമങ്ങളും അതിന്റെ ബേസിസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി ഈ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഇത്ര സമയം നമ്മൾ ഡിസ്കസ് ചെയ്തു, പലതരത്തിലുള്ള ആക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നോക്കി, ഫോറസ്റ്റ് ആക്ട് നോക്കി, ഫോറസ്റ്റ് കൺസർവേഷൻ അതോറിറ്റി നോക്കി, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്സ് നോക്കി, അതുപോലെ തന്നെ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിന്റെ ആക്ട് നോക്കി, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിന്റെയൊക്കെ ബേസിസിൽ ഇനി വരുന്ന പ്രിലിംസ് എക്സാം, ഈ വരുന്ന പ്രിലിംസ് എക്സാം 2025 പ്രിലിംസിന് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അക്സെപ്റ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ ആയിരിക്കും UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അതും കൂടെ നമുക്കൊന്ന് നോക്കി പോവാം. എക്സ്പയർഡ് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് അക്രോസ് എൻവയോൺമെന്റൽ ലോസ് വേണമെങ്കിൽ ചോദിക്കാം. അതെങ്ങനെയാണ്? ആക്ട്സ് ഇൻവോൾവ് നമുക്ക് നോക്കി ഏതൊക്കെ ആക്ട്സിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനെ ബേസ് ചെയ്ത് ചോദിക്കാം, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിനെ ബേസ് ചെയ്ത് ചോദിക്കാം, അതുപോലെ തന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിനെ ബേസ് ചെയ്ത് ചോദിക്കാം. ഇതിനെ നമ്മൾ ഇന്റർലിങ്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് ആൻഡ് അപ്രൂവിംഗ് അതോറിറ്റീസ് അണ്ടർ ഈച്ച് ആക്ട്. ഓരോ ആക്ടിനും കീഴിൽ ഏതൊക്കെ അതോറിറ്റീസ് വന്നിട്ടുണ്ട്, ഏതൊക്കെ ഓർഗനൈസേഷൻസ് വന്നിട്ടുണ്ട്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാം. ഇതിന്റെ സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിനൊക്കെ ഒരു ടാബുലാർ ബേസിസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടേബിൾ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആക്കി വെക്കാൻ സാധിക്കും. ഇനി മറ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഡീക്രിമിനലൈസേഷൻ ട്രെൻഡ് ഇൻ എൻവയോൺമെന്റൽ ലോസ് നമുക്ക് നോക്കാം. ആക്ട് എന്തൊക്കെയാണ്? ബയോഡൈവേഴ്സിറ്റി ആക്ട് 2023 അമെന്റ്മെന്റ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പ്രൊപ്പോസ്ഡ് EP അമെന്റ്മെന്റ്, ഡ്രാഫ്റ്റ് എൻവയോൺമെന്റ് അമെന്റ്മെന്റ് ബില്ല് വരുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്റർലിങ്കിങ് തീമിൽ നമുക്ക് എന്തൊക്കെ നോക്കാൻ പറ്റും? ഷിഫ്റ്റ് ഫ്രം ക്രിമിനൽ ലൈബിലിറ്റി ടു സിവിൽ പെനാൽറ്റീസ്. പണ്ടൊക്കെ എന്താണ് ക്രിമിനൽ ലൈബിലിറ്റീസ് ആയിരുന്നു, അതിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് മാറാൻ പോവാണ്? സിവിൽ പെനാൽറ്റീസിലേക്ക് മാറാൻ പോവാണ്. ഇൻ എൻവയോൺമെന്റ് റിലേറ്റഡ് ഒഫൻസസ് അലയൻസ് വിത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ലെസർ ഹറാസ്മെന്റ് ഓഫ് ട്രഡീഷണൽ യൂസേഴ്സ്. ഇനി സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ നമുക്കൊരു ടൈം ലൈൻ എടുക്കാം, ട്രെൻഡ് വിഷ്വലൈസേഷൻ ചെയ്യാം, അതുപോലെ തന്നെ പെനാൽറ്റി സ്ട്രക്ചർ നമുക്ക് പഠിക്കാം, അഡ്ജുഡിക്കേറ്റീവ് മെക്കാനിസംസ് നമുക്ക് പഠിക്കാം, അതുപോലെ തന്നെ കാറ്റഗറീസ്, ഏതൊക്കെ കാറ്റഗറീസ് ആണ് ഈ നിയമങ്ങളുടെയൊക്കെ ബേസിസിൽ എക്സംപ്റ്റ് ചെയ്തേക്കുന്നത് അതും നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി പീപ്പിൾസ് പാർട്ടിസിപ്പേഷനും ലോക്കൽ ഗവൺമെന്റ്സ്, നമ്മൾ എന്താണ് എപ്പോഴും ഈ ഒരു പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക് ഈ ആക്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് റൈറ്റ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും? ആക്ട്സ് ഇൻവോൾവ് നമ്മൾ നോക്കുവാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് നമുക്ക് എടുക്കാം, അതുപോലെ തന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നമുക്ക് എടുക്കാം, അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എടുക്കാം. ഇതിലൊക്കെ എങ്ങനെയാണ് പബ്ലിക്കിന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുന്നത്, പബ്ലിക്കിന് എന്തൊക്കെ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും, പബ്ലിക്കിനെ നമുക്ക് എങ്ങനെ ഈ ഒരു ആക്റ്റീവായിട്ട് നമുക്ക് ചേർത്ത് നിർത്തി നമുക്ക് ഈ ഒരു ആക്ട്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും, ആ ഒരു ബേസിസിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, UPSC നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അടുത്ത എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി നെക്സസ്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ബയോഡൈവേഴ്സിറ്റി ആക്ട്, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇതിലൊക്കെ എന്താ ഇന്റർലിങ്കിങ് തീംസ് നമ്മൾ എങ്ങനെ ഇന്റർലിങ്ക് ചെയ്യണം? ഫോറസ്റ്റ് ഏരിയാസ് ആസ് റെപ്പോസിറ്ററീസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ബോത്ത് ലീഗൽ ഫ്രെയിംവർക്സും അതുപോലെ തന്നെ ഇന്റർവീൻ ഓൺ ആക്സസും കൺസർവേഷനും ഡോക്യുമെന്റേഷനും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഇനി എന്താണ്? കൺസെപ്ച്വൽ ലിങ്ക്, അതുപോലെ തന്നെ പ്രിക്കേഷണറി ആൻഡ് പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾസ്, അത് വെച്ചിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആക്ട്സ് ഏതൊക്കെയാണ്? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നോക്കണം, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നോക്കണം, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ആക്ട് നമുക്ക് പഠിക്കാം. ഇന്റർലിങ്കിങ് തീമിൽ നമുക്ക് എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് എൻവയോൺമെന്റൽ ജൂറിസ്പ്രുഡൻസ് പ്രിൻസിപ്പിൾസ് അക്രോസ് ലോസ്. സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ ബിൽഡ് എ സ്മോൾ കൺസെപ്റ്റ് ബോക്സ് ലിങ്കിങ് ലീഗൽ പ്രിൻസിപ്പിൾ, അതായത് ലീഗൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടൊരു കൺസെപ്റ്റ് ബോക്സ് പോലെ നിങ്ങൾക്ക് ഉണ്ടാകാം. ആ കൺസെപ്റ്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ നിയമങ്ങളും അതിന്റെ ലീഗൽ പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതി പഠിക്കാം. അതുപോലെ തന്നെ അപ്ലൈഡ് പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം, ഏതൊക്കെ ആക്ട്സ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നുള്ളതും നോക്കാം. ഇനി മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡെഫിനിഷൻസിലും അതുപോലെ തന്നെ റിയൽ വേൾഡ് പോളിസി എക്സാമ്പിൾസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഫോക്കസ് നിങ്ങൾക്ക് റിലേ ചെയ്യാം. ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ ആക്ട്സ് ഏതൊക്കെയാണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, EPA, അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ അതോറിറ്റി, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ എന്താണ്? നമ്മൾ ഇതിന്റെയൊക്കെ ഒരു ഓവർവ്യൂ ആണ് നോക്കിയത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ദക്ഷിണ ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സസ് 35 തീം ബേസ്ഡ് അനാലിസിസിൽ 35 ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഇതിനെയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ക്ലാസ്സസ് നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഇതോടുകൂടി ഇന്നത്തെ പ്രിലിംസ് ഹാക്കർ ക്യാപ്സ്യൂൾ സെഷൻ അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.